എടാ ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്. ഇപ്പോൾ ഉള്ള പവർ ടീമിനെ താഴെ ഇറക്കാൻ ഞാൻ നിന്റെ കൂടെ കട്ടയ്ക്ക് തന്നെ ഉണ്ടാവും. അതെന്തായാലും നമ്മൾ താഴെ ഇറക്കിയിരിക്കും ജിൻഡോ ചേട്ടാ, ഇല്ലെങ്കിൽ നമുക്ക് മെനക്കേടാം. ഇപ്പൊ അതില് കയറിയിരിക്കുന്നവര് പുറത്തേക്ക് പോകേണ്ടവരാ, പ്രത്യേകിച്ച് നോറയൊക്കെ. ഇന്നലെ തന്നെ നീ കണ്ടില്ലേ രാത്രി ആ പ്രശ്നം നടന്നപ്പോ അവളെന്നെ ഒതുക്കി കളഞ്ഞു. കറക്റ്റ് സമയത്ത് നീയും ജാസ്മിനും കൂടി വന്നോണ്ടാണ് അവള് വിറച്ചു പോയത്. അതെനിക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഇത് കഴിഞ്ഞിട്ട് സിജോ പറയുന്നു അൻസിബ ഇവിടുന്ന് പുറത്തേക്ക് പോയാലോ ഋഷിയുടെ ലക്കും ലകാലും എല്ലാം പോവും. അൻസിബ ചലിപ്പിക്കുന്ന പാവയാണ് ഋഷി, അവൻ വിറച്ചു പോവും അൻസിബ പുറത്തേക്ക് പോകുമ്പോ. പിന്നെ നോറ പറയുന്നതിന്റെ ബാക്കിയാണ് റസ്മിൻ പറയുന്നത്. അൻസിബ മറ്റേ പകിടകളിയുടെ ആളാണ്, ഇവര് 3 പേരെയും കൺട്രോൾ ചെയ്യുന്നത് അൻസിബയാണ്. ലാലേട്ടൻ ഓരോ ആഴ്ച ഇനിയിപ്പിച്ച് നിർത്തുമ്പോ എനിക്ക് ഇവിടെ നിക്കണ്ട എന്ന് അൻസിബ ഡയലോഗ് അടിക്കും. അൻസിബയ്ക്ക് ഇവിടെ നിക്കണ്ടാഞ്ഞിട്ടും പ്രേക്ഷകർ അവളെ അവിടെ നിർത്തി എന്നാണ് അവളെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അൻസിബ ഇപ്പൊ പവർ റൂമിൽ കയറി, റെസ്ലിംഗ് കളിച്ചു, നോറ കളിച്ചു, അഭിഷേക് കളിച്ചു, പക്ഷെ അൻസിബ കളിക്കാതെയാണ് കയറിയത്. എന്ന് വെച്ചാൽ ഈ വീട് ഇപ്പൊ നിലവിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻസിബയാണ് ഋഷിയിലൂടെ. ഋഷി അൻസിബയുടെ ഒരു പാവയാണ് എന്ന് പറയുന്നു. എടാ നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് അവളോടൊരു സ്നേഹമുണ്ട്. കാരണം എന്നെ കെയർ ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഋഷിക്കും എന്നോടൊരു സ്നേഹമുണ്ട്. അപ്പൊ സിജോ പറയുന്നത് എന്നോട് അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു പരിഗണന ഒന്നും തന്നെ ഇല്ല, അത് എനിക്കും അവരോട് ആ പരിഗണന ഒന്നും ഇല്ല എന്ന് പറയുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 തലവര മാറ്റാൻ കൽപ്പുള്ള ഒരു സൗഹൃദം വളർന്നു വന്നോണ്ടിരിക്കുന്ന കാഴ്ചയാണ് 2 ദിവസമായിട്ട് ഞാൻ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിജോയുടെ വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ഉണ്ട്, എക്സിക്യൂഷൻ ഇല്ല. ജിൻഡോയ്ക്ക് രണ്ടും ഉണ്ട്, പ്ലാനും ഉണ്ട്, എക്സിക്യൂഷനും ഉണ്ട്. അതാണ് ജിൻഡോയുടെ വിജയം. ഇനി അതേസമയം ജിൻഡോയുടെ വീക്ക്നെസ് നോക്കിക്കഴിഞ്ഞാൽ വാക്ചാതുര്യമാണ്, അത് പുള്ളിക്കില്ല. സിജോയ്ക്ക് ആ ഒരു ഐറ്റം ഉണ്ട്. അപ്പൊ രണ്ടുപേരും പവർ ടീമിനെ താഴെ ഇറക്കാൻ ഒന്നിച്ചു നിന്നാൽ കളികൾ മാറി മറിയും എന്നാണ് തോന്നുന്നത്. ജിൻഡോയുടെ പ്ലാനില് സിജോ സംസാരിച്ച് രണ്ടുപേരും കൂടി പവർ ടീമിനെ അടിച്ച് ടമാർപ്പടാറാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പം നോറ, റസ്മിൻ, അൻസിബ പവർ ടീമിലുള്ള 3 പേരും സിജോയുടെയും ജിൻഡോയുടെയും എതിരാളികൾ തന്നെയാണ്. അതാണ് അവർക്കെതിരെ ഇവരിങ്ങനെ 2 ദിവസമായിട്ടിരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാൻ മാത്രമേ ഉള്ളോ അതോ എല്ലാം നടക്കുമോ എന്ന് നമുക്ക് വൈകാതെ കണ്ടറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.